ടി.പി. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടു. നമുക്കറിയാം ഇപ്പോൾ സുധാകരൻ, പുഞ്ചപ്പാടത്തെ സുധാകരൻ അങ്ങേയറ്റം വെട്ടി കയ്യും കാലും ഒക്കെ വേറെയായ രീതിയിലാണ് ഒക്കെ തുന്നിച്ചേർത്ത് മംഗലാപുരം തന്ന് ചികിത്സ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എഴുന്നേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പുതിയടുത്ത് ജയരാജൻ്റെയൊക്കെ കയ്യും കാലും ഒക്കെ ഇതേപോലെ വെട്ടി നുറുക്കി ഇതാക്കിയതാണ്. അദ്ദേഹം പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റായി മാറി എന്നുള്ളത് വേറെ കാര്യം ഒഞ്ചിയത്ത്. അതുപോലെ ജയനൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. കാരണം കരളൻ നെഞ്ചത്തൊക്കെ വലിയ കുത്തും വെട്ടും ഒക്കെ കൊണ്ട് ഒരു നേരിയ ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടു കിട്ടുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഒഞ്ചിയത്ത് കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പയ്യന്നൂർ ഒരു പുതിയ ഒഞ്ചിയം ആയി മാറുന്നു എന്നുള്ള ഒരു ഭയം CPM-നുണ്ട്. കാരണം ഒഞ്ചിയത്ത് ഉണ്ടായ പോലെ ടി.പി. ചന്ദ്രശേഖരൻ തുടങ്ങി വെച്ചതുപോലെ കുഞ്ഞികൃഷ്ണൻ തുടങ്ങി വെച്ചിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണം എന്നുള്ളത് ഒരുപക്ഷെ കേരളം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പയ്യന്നൂർ ഒരു പുതിയ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് CPM-നെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇത്ര അധികം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.